കാട്ടിൽ വെച്ച് ഇദ്ദേഹം തസ്കരന്മാരെ ആക്രമിക്കപ്പെടുകയാണ്. അപ്പൊ ഇദ്ദേഹം വിളിച്ചത് എന്റെ ഗുരുവായൂരപ്പാണെന്ന് തന്നെയാണ് വിളിച്ചത്. എവിടെ നിന്നാണെന്ന് അറിയില്ല. ഒരു കുതിരപ്പുറത്ത് സേനാനായകനോട് വന്നു. അത് സാമൂതിരിയുടെ സേനാനായകനായ മങ്ങാട്ടച്ഛനായിരുന്നു. മങ്ങാട്ടച്ഛൻ വന്ന് ഈ തസ്കരന്മാരെല്ലാം തുരത്തി ഓടിച്ചു. അതിൽ മുതാതിനോട് ചോദിച്ചു, എന്തിനാണ് രാത്രി യാത്ര ചെയ്തത്? എനിക്ക് ഗുരുവായൂർ അത്യാവശ്യം എത്തുന്നതുകൊണ്ടാണ്. ശരി, വരൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അടുത്ത സുരക്ഷിതമായ താളത്തിൽ ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, ഞാൻ പുറത്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ പൂന്താനത്തിന് സന്തോഷമായി, എന്നെ രക്ഷിച്ചു തസ്കരന്മാരിൽ നിന്ന്. അതുകൊണ്ട് ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് തന്റെ കയ്യിൽ കിടന്ന മുതൽ പോയി മങ്ങാട്ടച്ഛന് കൊടുത്തു. മങ്ങാട്ടച്ഛൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് നിർബന്ധപൂർവ്വം കൊടുത്തു. മങ്ങാട്ടച്ഛൻ സന്തോഷത്തോടെ സ്വീകരിച്ചു പോയി. 2 ദിവസം കഴിഞ്ഞാണ് പൂന്താനം ഗുരുവായൂരെത്തുന്നത്. ആ സമയത്ത് വിളിച്ച് ഏകാശ ദിവസം അകത്തേക്ക് ചെന്നപ്പോൾ മേശാന്തി പറഞ്ഞു, ഹായ് പൂന്താനം എവിടെയായിരുന്നു? വരൂ വരൂ, നിങ്ങൾക്കൊരു പ്രത്യേക സാധനമുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു പൂജാ പ്രസാദത്തിന്റെ കൂടെ ഈ മോതിരം കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ മിനിയാന്ന് ഉറങ്ങിക്കിടന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഗുരുവായൂരപ്പം വന്നിട്ട് പറഞ്ഞു, എന്റെ ആടയാഭരണങ്ങളിൽ ഒരു മോതിരം കൂടുതൽ കാണാം, അത് എടുത്ത് സുരക്ഷിതമായിട്ട് പൂന്താനത്തിനെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നാന്ന് പറഞ്ഞു. പൂന്താനത്തിന് ഇതിൽ പരം സന്തോഷം എന്താ വേണ്ടത്? സ്പർദ്ധനായി നിന്നുപോയി അദ്ദേഹം. അല്ലേ? നിങ്ങൾക്കും എനിക്കും ഒക്കെ ഇതുപോലെ ഒരു അനുഭവം ഗുരുവായൂർ ഉണ്ടായിട്ടുണ്ടാവാം. എനിക്കുണ്ടായിട്ടുണ്ട്, നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാവും.